കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നല്ല റെഡ് കളറിലുള്ള നമ്മുടെ മീൻ മുളകിട്ടത് അല്ലെങ്കിൽ മീൻ വറ്റിച്ചതെന്നൊക്കെ പറയുന്ന മീൻ കറി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്, ഞാനൊരു 350 ഗ്രാമോളം മീനാണ് എടുത്തേക്കുന്നത്. നല്ല ദശയുള്ള മീൻ. ഇപ്പോൾ ഏത് മീനായാലും ഇങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിനാവശ്യമുള്ള പുളി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഈ പുളി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പുളി ഒന്ന് തിളപ്പിച്ച് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറിക്ക് നന്നായിട്ട് പുളി കിട്ടിക്കോളും. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇങ്ങനെ വറ്റിച്ച മീൻ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ വെച്ച് ഒന്ന് തണുത്ത് നന്നായിട്ട് ആയി കഴിയുമ്പോഴാണ് ശരിക്കുള്ള പുളി ഇറങ്ങി വരികയുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുളി പെട്ടെന്ന് തന്നെ നമുക്ക് കറിയിലേക്ക് കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് പുളി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ച് കൊടുക്കുക. നമുക്ക് ഈ പുളി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പോഴത്തേക്ക് മീനിനുള്ള അരപ്പ് റെഡിയാക്കി. പുളി നമ്മളിവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിൽ ചെയ്യാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ പുളിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മറ്റ് പാത്രങ്ങളിൽ യൂസ് ചെയ്യാതിരിക്കുക. മൺചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ മൺചട്ടിയിലേക്ക് ഞാനിപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടായ ചട്ടിയിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കടുക് പൊട്ടിക്കാം. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉള്ളി ഉപയോഗിക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞിട്ട് ഓരോ 2 ടീസ്പൂൺ വീതം ചതച്ചിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ കടുക് ഉലുവ നന്നായിട്ട് പൊട്ടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെയൊക്കെ ഒന്ന് പച്ചമണം മാറി കുറച്ചൊന്ന് വഴണ്ടി വരണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് വെച്ചിരുന്ന പുളി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ഒരു 1.25 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല കളറും കിട്ടും, എന്നാൽ എരിവും പാകത്തിനായിരിക്കും. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടിത് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് പച്ചമണം മാറണം. പൊടികൾ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല നമുക്ക് കളറും കിട്ടും, എന്നാൽ എരിവും കറക്റ്റായിരിക്കും. നല്ല മൂത്ത മണം വന്നു തുടങ്ങിയിട്ടുണ്ട് പൊടികളൊക്കെ ഇടുമ്പോൾ എപ്പോഴും ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ നല്ല മൂത്ത മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ മുളക് കറി വെക്കുമ്പോൾ ചാറിന് ഒട്ടും കൊഴുപ്പില്ല എന്നുള്ളത്. അപ്പോൾ അത് കിട്ടാനായിട്ട് ചെയ്യേണ്ടതാണ്, നമ്മൾ ഇങ്ങനെ പൊടികൾ മൂത്തതിന് ശേഷം നമ്മൾ വളരെ കുറച്ച് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറിക്ക് ഒട്ടും കട്ടിയാവില്ല. ഇപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കുറുകി എണ്ണ തെളിയും. ഇത് കണ്ടോ, ഇതുപോലെ. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും നമ്മുടെ ചാറിന്. ഇതുപോലെ വീണ്ടും കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നമുക്ക് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം. ഇങ്ങനെ എണ്ണ തെളിയുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ഒഴിച്ചാലാണ് ഇനി അത് അങ്ങനെ നമുക്ക് കട്ടിയില്ലാണ്ടായി പോവാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് മൂത്തതിന് ശേഷം, എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന പുളി ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. തിളച്ച് വെള്ളമൊക്കെ കിട്ടി. അപ്പോൾ ഞാനിനി വെള്ളത്തിന് പകരമായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പുളിയേപ്പാട് തന്നെ മുഴുവനും ഇടുക കേട്ടോ ഇതിനകത്തേക്ക്. നമുക്കപ്പോൾ പുളി അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ മാറ്റാം. ആവശ്യമായിട്ടുള്ള ചാറിനനുസരിച്ചിട്ടുള്ള നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ചൂടുവെള്ളം ഞാൻ ഇത്ര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങി കിടക്കണം. ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പറക്കിയിടാം. ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കൊന്ന് സ്പൂൺ വെച്ച് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്പൂൺ ഇടരുത്, അപ്പോൾ മീൻ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി വയ്ക്കാം. ഇതാണ് ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് മീൻ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സ്പൂൺ ഉപയോഗിക്കരുത് കേട്ടോ ഇളക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ സ്പൂണിട്ട് ഇനി ഇളക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നമുക്കൊന്ന് ഇങ്ങനെ ചട്ടി ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. നമുക്ക് കുറച്ച് നേരം കൂടെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു സ്റ്റേജ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻകറി നന്നായിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി നല്ലതായിട്ട് തിളച്ച് അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ കുറച്ച് നേരം കൂടെ ഇടണം. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പുളി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പുളിയിൽ നിന്ന് 1-2 എടുത്ത് മാറ്റാം. നമുക്കിനി ഇത് കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരും. ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ടത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരും. ആ ഒരു പരുവത്തിൽ വരെ നമ്മൾ ഒന്ന് എത്തണം. എന്നാലും നമ്മുടെ കറി നല്ല കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. നമുക്കിനി ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ചാറൊക്കെ നന്നായിട്ട് കുറുകി കിട്ടുകയും ചെയ്യും. നല്ല കളറും ഉണ്ടാവും. നല്ലതായിട്ട് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറച്ച് നേരം നന്നായിട്ട് തിളച്ചു. ഞാൻ ചെറിയ തീയിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചെറിയ തീയിലിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് എത്തണം. പിന്നെ ഇനി നമ്മൾ ഇത് ചെറിയ തീയിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഇതുപോലെ തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അപ്പോഴാണ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരിക. ആ ഒരു സ്റ്റേജിൽ എത്തിയാലും നമ്മുടെ കറി നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ നല്ല റെഡ് കളറാണ് കറിക്ക്. അപ്പോൾ അത് എരിവ് കൂടുതലുണ്ടോയെന്ന് ഉണ്ടാവും ഇല്ല. പക്ഷെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ടാണ് നല്ല കളറും ഉണ്ടാവും, എന്നാൽ എരിവ് പാകത്തിനായിരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 2 പൊടികൾ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ എരിവുള്ള മുളക് പൊടിയും ഉപയോഗിച്ചിരിക്കുന്നത്, 2 ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തവർ മറ്റേ സാധാരണ മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ അളവ് നിങ്ങളൊന്ന് കുറച്ചിടുക. കാരണം ഇത്രയും നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ഇട്ട അതേ അളവിൽ നമ്മുടെ എരിവുള്ള മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവായി പോകും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. അതൊന്ന് ഓർത്തിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഉലുവ ഇടുമ്പോൾ ഒരുപാട് ഉലുവയായി പോകരുത്, കയ്പ്പ് വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനും നോക്കുക. അപ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് ആ ഒരു നല്ല നാടൻ നമ്മുടെ ടേസ്റ്റ്. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ചേക്കുന്നു. അത്യാവശ്യം ചാറൊക്കെ കുറുകി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കപ്പയ്ക്കും അതുപോലെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു മീൻ വറ്റിച്ചതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പറഞ്ഞ ടിപ്സുകൾ, അതായത് നമ്മൾ പൊടികളൊക്കെ മൂപ്പിച്ചതിന് ശേഷം പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ മീൻ വറ്റിച്ചത് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസുകളൊക്കെ അയയ്ക്കുക. അപ്പോൾ നമുക്ക് പുതിയ ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.